ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ. ഷാരോൺ എന്ന് പറയുന്ന ആ പാവം കാമുകനെ, ആ പയ്യനെ 23 വയസ്സേ ഉള്ളൂ. അവനെ കൊന്നതിന് ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ കിട്ടി. വളരെ പ്രസക്തമായ വിധിയാണ്. ഈ നാട്ടിൽ സ്ത്രീകൾ പലപ്പോഴും തെറ്റ് ചെയ്താൽ അവരെ കവർപ്പ് ചെയ്യുന്ന ടെൻഡൻസീസ് ഉണ്ട്. ഇവളെ പോലുള്ള കൊടും ക്രിമിനലുകളാണ് ഇത് ചെയ്തത്. അതിൽ വിധി പ്രസ്താവത്തിൽ കോടതി പറഞ്ഞ 2-3 കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. 586 പേജുള്ള വിധിയാണ്. അതിൽ കോടതി പറഞ്ഞിരിക്കുന്ന കൃത്യമായ കാര്യങ്ങൾ. ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ വിഷം നൽകി കൊലപ്പെടുത്തുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും. മരണക്കിടക്കയിലും ഷാരോൺ ഗ്രീഷ്മയെ സ്നേഹിച്ചു. ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടാൻ ഷാരോൺ ആഗ്രഹിച്ചിരുന്നില്ല. ഷാരോണിന് പരാതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കോടതിക്ക് മുമ്പിൽ പ്രസക്തമല്ല. അതേസമയം സ്നേഹബന്ധം തുടരുമ്പോഴും ഷാരോണെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ ശ്രമിച്ചു. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്ന് പറഞ്ഞാണ് ഷാരോണിനെ വിളിച്ചു വരുത്തിയത്. ജ്യൂസിൽ എന്തോ പ്രശ്നങ്ങളുണ്ടെന്ന് ഷാരോണിന് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഷാരോൺ വീഡിയോ ചിത്രീകരിച്ചത് എന്നും കോടതി ചൂണ്ടിക്കാട്ടി. 11 ദിവസം ഒരു തുള്ളി വെള്ളം ഇറക്കാനാകാതെ ഷാരോൺ ആശുപത്രിയിൽ കിടന്നു. വിശ്വാസവഞ്ചനയാണ് ഗ്രീഷ്മ നടത്തിയത്. ഗ്രീഷ്മയെ വാവ എന്നായിരുന്നു ഷാരോൺ വിളിച്ചത്. പിശാചെന്നായിരുന്നു വിളിക്കേണ്ടത്. പ്രകോപനമൊന്നും ഇല്ലാതെയാണ് കൊലപാതകം നടത്തിയത്. ഗ്രീഷ്മയെ ഷാരോൺ മർദ്ദിച്ചതിന് ഒരു തെളിവുമില്ലെന്ന് കോടതി പറഞ്ഞു. കുറ്റകൃത്യം ചെയ്തിട്ടും അവസാനം വരെ പിടിച്ചു നിൽക്കാനുള്ള ഗ്രീഷ്മയുടെ കൗശലം വിജയിച്ചില്ല. ഒക്ടോബർ 14 ഗ്രീഷ്മ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ കൊലപ്പെടുത്താനാണ് വിളിക്കുന്നത് എന്ന് ഷാരോണ് അറിയില്ലായിരുന്നു. സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന സന്ദേശമാണ് ഈ കേസ് നൽകിയത്. പ്രതിയുടെ പ്രായം കോടതിക്ക് കണക്കിലെടുക്കാനാകില്ല. എന്നാൽ പ്രതിയെ മാത്രം കണ്ടാൽ പോരാ. മറ്റു കുറ്റകൃത്യങ്ങൾ നേരത്തെ ഉൾപ്പെട്ടിട്ടില്ല എന്ന വാദവും കണക്കിലെടുക്കാൻ കഴിയില്ല. ഗ്രീഷ്മ നേരത്തെ ഒരു വധശ്രമം നടത്തി. ഗ്രീഷ്മ വീണ്ടും കുറ്റകൃത്യം ചെയ്തു. ഗ്രീഷ്മയുടെ ആത്മഹത്യാശ്രമം അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ മാത്രമായിരുന്നു. ഘട്ടം ഘട്ടമായി കൊലപാതകം നടത്തുകയായിരുന്നു ഗ്രീഷ്മയുടെ ലക്ഷ്യം. 48 സാഹചര്യ തെളിവുകൾ ഗ്രീഷ്മയ്ക്കെതിരെയുണ്ട്. ഇത്തരം കേസുകളിൽ പരമാവധി ശിക്ഷ നൽകരുത് എന്നൊരു നിയമവുമില്ല. ഷാരോൺ അനുഭവിച്ചത് വലിയ വേദനയാണ്. ആ വേദന ചെറുതായിരുന്നില്ല. ആന്തരിക അവയവങ്ങളെല്ലാം അഴുകിയ നിലയിലായിരുന്നു. പിശാചാണ് ഈ സ്ത്രീ. ഈ പെൺകുട്ടി എന്നൊന്നും വിളിച്ചുകൂടാ. പെൺകുട്ടി എന്ന വാക്കിന് തന്നെ ഇവൾ അപമാനമാണ്. സ്ത്രീ എന്ന വാക്കിന് ഇവളൊരു അപമാനമാണ്. ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ കൊടുത്തത് ഏറ്റവും നല്ല വിധിന്യായമാണ്. ഇത് അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കേസായി തന്നെ പരിഗണിച്ച് സമർത്ഥമായ കൊലപാതകമാണ്. ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ തന്നെ കൊടുക്കണമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതോടൊപ്പം 2 ലക്ഷം രൂപ പിഴശിക്ഷയും വിധിച്ചിട്ടുണ്ട്. അതൊക്കെ കോടതിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. പക്ഷേ ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മൽ കുമാറിന് 3 വർഷം തടവ് ശിക്ഷ വിധിച്ചു. രണ്ടാം പ്രതിയായ അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടിട്ടുണ്ട്. ഒക്ടോബർ 22 2022 ഒക്ടോബർ 14 ഷാരോണെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഗ്രീഷ്മ വിഷം നൽകിയത്. ഒക്ടോബർ 25 അതായത് ഏകദേശം 11 ദിവസത്തിന് ശേഷം ഷാരോൺ മരിച്ചു. ഓർക്കുക, മരിക്കുമ്പോൾ പോലും ഇവളെ തള്ളിപ്പറയാൻ ആ ചെറുപ്പക്കാരൻ തയ്യാറായില്ല എന്ന് കോടതി തന്റെ വിധിന്യായത്തിൽ എടുത്തു കാണിക്കുന്നു. എന്ത് വലിയ വേദനയാണ്. ഇതേപോലത്തുള്ള സ്ത്രീകളാണ് ഈ നാടിന്റെ ശാപം. ഇതേപോലത്തുള്ള പിശാചുമാരാണ് ഈ നാടിന്റെ ശാപം. ഗ്രീഷ്മയ്ക്ക് ആ തൂക്കുകയർ കിട്ടിയത് ഏറ്റവും നന്നായി. ഒരു പുരുഷന് നീതി കിട്ടിയതിൽ, ഷാരോണിന്റെ കുടുംബത്തിന് നീതി കിട്ടിയതിൽ സന്തോഷം രേഖപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും ഷീ ഷുഡ് ബി ഹാങ് ടിൽ ഡെത്ത്. ഒരു തരത്തിലും ക്ഷമയർഹിക്കാത്ത, ഒരു തരത്തിലും മാപ്പർഹിക്കാത്ത ഒരു കുറ്റമാണ് ഗ്രീഷ്മ ചെയ്തത്. ഇത് സമൂഹത്തിന് വലിയൊരു സന്ദേശം നൽകണം. ആ സന്ദേശം കോടതി നൽകിയിട്ടുള്ള കാര്യത്തിൽ ആശ്വാസം രേഖപ്പെടുത്തുന്നു. ഷാരോണ് ഓർമ്മയുടെ, സ്മൃതിയുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. May his soul rest in peace because he got justice.